പ്രഭാത കേരളം ആരംഭിക്കുകയാണ്. നവകേരള സദസ്സിനെതിരായ പ്രതിഷേധം സംസ്ഥാനത്ത് ശക്തമായി തുടരുകയാണ്. ഇന്ന് ഇതിനിടെ തിരുവനന്തപുരത്താണ്, തലസ്ഥാന നഗരിയിലാണ്. ചിറയൻകീഴ്, ആറ്റിങ്ങൽ, വാമനപുരം, നെടുമങ്ങാട് മണ്ഡലങ്ങളിൽ ഇന്ന് നവകേരള സദസ്സ് ഉണ്ടാകും. രാവിലെ പ്രഭാത യോഗമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് KSU വിൻ്റെ DGP മാർച്ച്, ഇത്തരം ഈ നവകേരള സദസ്സിനിടയിലുണ്ടായ അക്രമങ്ങളിൽ പ്രതിഷേധിച്ചുള്ള DGP മാർച്ച് ഇന്ന് തിരുവനന്തപുരത്തുണ്ടാകും. അത് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ 2-3 മണിക്കൂറോളം ഉണ്ടായ സംഘർഷാവസ്ഥ. ഇന്നും പോലീസ് അതീവ ജാഗ്രതയിൽ ഈ വിഷയത്തെ സമീപിക്കുമെന്ന് വേണം കരുതാൻ. ഒപ്പം ശബരിമലയിൽ തിരക്ക് കുറയുന്നു, തിരക്ക് വർദ്ധിക്കുന്നുണ്ട്, തിരക്ക് കുറയുന്നു. അപ്പോൾ ഒപ്പം അവിടെ സംവിധാനങ്ങൾ കുറച്ചുകൂടി കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളുണ്ടാകും. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. ക്രിസ്തുമസ് വിശേഷങ്ങളുണ്ട്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. നമുക്ക് തലക്കെട്ടുകൾ പെട്ടെന്ന് കാണാം. ശക്തമായ പ്രതിഷേധങ്ങൾക്കിടെ നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് പര്യടനം തുടരുകയാണ്. ഇന്ന് ചിറയൻകീഴ്, ആറ്റിങ്ങൽ, വാമനപുരം, നെടുമങ്ങാട് മണ്ഡലങ്ങളിലാണ് സദസ്സ്. പ്രഭാത യോഗം ആറ്റിങ്ങൽ മാമം പൂജ കൺവെൻഷൻ സെന്ററിൽ നടക്കും. ആദ്യ നവകേരള സദസ്സ് രാവിലെ 11 മണിക്ക് ചിറയൻകീഴ് മണ്ഡലത്തിലാണ്. തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്ക് വേദിയാകും. ഉച്ചതിരിഞ്ഞ് 3-ന് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ നവകേരള സദസ്സ് മാമം മൈതാനത്ത് നടക്കും. വാമനപുരം മണ്ഡലത്തിലെ നവകേരള സദസ്സ് വൈകിട്ട് 4:30-ക്ക് വെഞ്ഞാറമൂട് മാണിക്കോട് ശിവക്ഷേത്രത്തിന് സമീപത്തെ മൈതാനത്തും, നെടുമങ്ങാട് മണ്ഡലത്തിലെ സദസ്സ് വൈകിട്ട് 6 മണിക്ക് നഗരസഭാ പാർക്കിംഗ് ഗ്രൗണ്ടിലും നടക്കും. തലസ്ഥാനത്ത് നവകേരള സദസ്സിന് നേരെ കരിങ്കൊടി പ്രതിഷേധം. കഴിഞ്ഞ ദിവസം രാത്രി ആറ്റിങ്ങലിൽ ആലങ്കോട് ജംഗ്ഷനിൽ വെച്ചാണ് മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി വീശിയത്. ഇത് യൂത്ത് കോൺഗ്രസും DYFIയും തമ്മിലുള്ള സംഘർഷത്തിനും വഴിവെച്ചു. പോലീസിന് നിയന്ത്രിക്കാൻ കഴിയായിരുന്നതോടെ ലാത്തി വീശുകയായിരുന്നു. തുടർന്ന് സംഘർഷമുണ്ടാക്കിയവരെ അറസ്റ്റ് ചെയ്തേക്ക്. ഇതിനിടെ യുവമോർച്ചയും മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിച്ചു. കല്ലമ്പലത്ത് വെച്ചാണ് യുവമോർച്ച പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ചത്. കറുത്ത വസ്ത്രം ധരിച്ചാണ് ഇവർ എത്തിയത്. VVAനോട് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും അരുൺ. നവകേരള സദസ്സിനെതിരായ പ്രതിഷേധം തലസ്ഥാനത്ത് തുടരുന്നുണ്ട്. ഇന്നലെ കല്ലമ്പലത്തടക്കം കരിങ്കൊടി പ്രതിഷേധമുണ്ടായി, യുവമോർച്ചയുടെയും യൂത്ത് കോൺഗ്രസിൻ്റെയും. ഇന്ന് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലുണ്ട് പര്യടനം. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ആറ്റിങ്ങൽ നിന്നാണ് ഇന്ന് നവകേരള സദസ്സിൻ്റെ പര്യടനം ആരംഭിക്കുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആറ്റിങ്ങലുണ്ട്. ആറ്റിങ്ങലിൽ ഇന്നലെ വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ആറ്റിങ്ങൽ ഇന്നും സമാനമായ പ്രതിഷേധം പലയിടത്തും പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രവുമല്ല, ആറ്റിങ്ങലിൽ ഇന്നലെ കൊല്ലത്ത് കണ്ട കാഴ്ചകളായിരുന്നു ആറ്റിങ്ങലും ഉണ്ടായിരുന്നത്. DYFI പ്രവർത്തകർ മാർച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കാനെത്തുന്നു. അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരിച്ചടിക്കുന്ന കാഴ്ച ഇന്നലെ ആറ്റിങ്ങലിലും ഉണ്ടായിട്ടുണ്ട്. വലിയ പ്രതിഷേധം ഇന്നും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടാകുമെന്നാണ്
ലഭിക്കുന്ന സൂചനകൾ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരില്ല. ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. അതിനിടയിലാണ് നവകേരള സദസ്സിൻ്റെ പര്യടനം തിരുവനന്തപുരം ജില്ലയിൽ പുരോഗമിക്കുന്നത്. ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഈ നവകേരള സദസ്സ് പര്യടനം നടത്തും. ആറ്റിങ്ങലിലാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് അവിടെ നിന്നാകും പിന്നീട് മറ്റു മണ്ഡലങ്ങളിലേക്ക് പോവുക. രാവിലെ 9 മണിയോടുകൂടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പ്രഭാത യോഗം ആരംഭിക്കും. അതിനുശേഷം മന്ത്രിമാരടക്കമുള്ളവർ ഇവിടെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ മാധ്യമങ്ങളെ കാണും. ഇന്ന് പ്രധാനമായും മറ്റു വെഞ്ഞാറമൂട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ഈ നവകേരള സദസ്സിൻ്റെ പര്യടനം നടക്കും. വലിയ പ്രതിഷേധമുണ്ടാകും. ഇന്നലെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണമൊക്കെ വലിയ വിവാദമായിരുന്നു. പ്രതിപക്ഷ നേതാവ് കലാപ ആഹ്വാനം നടത്തുകയാണെന്ന വിമർശനമാണ് ഇന്നലെ സർക്കാർ കേന്ദ്രങ്ങൾ ഉന്നയിച്ചത്. യൂത്ത് കോൺഗ്രസിൻ്റെ സമരം പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ നടന്ന കലാപ ശ്രമമാണ്, കലാപ ആഹ്വാനമാണ്. അതിനെതിരെ നടപടി വേണമെന്ന ആവശ്യമൊക്കെ അടക്കം ഉയർന്നു വരുന്നുണ്ട്. മാത്രവുമല്ല, പ്രതിപക്ഷ നേതാവിനെ ഒന്നാം പ്രതിയാക്കിയാണ് ഇന്നലെ യൂത്ത് കോൺഗ്രസ് സമരത്തിൽ പോലീസ് കേസെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ ഇന്ന് മന്ത്രിമാരിൽ അടക്കം ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും ശക്തമായ പ്രതിഷേധത്തിനിടെയാണ് ഈ മണ്ഡല പര്യടനം ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ പര്യടനം ആരംഭിക്കാൻ പോകുന്നത്. ഇന്നലെ വർക്കലയിൽ ആദ്യ പര്യടനം വർക്കല നിയോജക മണ്ഡലത്തിലായിരുന്നു. അവിടെ നിന്ന് മറ്റു മണ്ഡലങ്ങളിലേക്ക് കടക്കുമ്പോഴും സ്വാഭാവികമായും വലിയ പ്രതിഷേധം. നമുക്കറിയാം, കാസർഗോഡ് പൈവളികയിൽ നിന്ന് ആരംഭിച്ച് പിന്നീട് കണ്ണൂരെത്തുമ്പോഴാണ് നവകേരള സദസ്സ് ഒരു അക്രമ സംഭവത്തിലേക്ക് അല്ലെങ്കിൽ പ്രതിഷേധങ്ങളിലേക്കൊക്കെ മാറിയത്. ആദ്യഘട്ടത്തിൽ വളരെ സമാധാനപരമായിരുന്നു. എന്നാൽ കല്യാശ്ശേരി മണ്ഡലത്തിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രി കരിങ്കൊടി കാണിച്ചതോടുകൂടിയാണ് ഈ യാത്ര പിന്നീട് അക്രമ സംഭവങ്ങളിലേക്ക് കൂടി മാറുന്നത്. അവിടെ ക്രൂരമായി DYFI CPM പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചു. അതിനുശേഷം പിന്നീട് പലയിടത്തും ഇത്തരം പ്രതിഷേധങ്ങളുണ്ടായി. പലയിടത്തും ക്രമസമാധാന വിഷയമായി തന്നെ പല സ്ഥലങ്ങളിലും ഇത് മാറുകയും ചെയ്തു. ഇപ്പോഴും അത്തരമൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധിക്കാനെത്തുന്നു. അതുവരെ DYFI CPM പ്രവർത്തകർ തടയുന്നു. അതിനുശേഷം ഈ പ്രവർത്തകരെ കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലം മുതൽ ഇങ്ങോട്ട് തിരിച്ചടിക്കാൻ തുടങ്ങിയതോടുകൂടി കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. യുവമോർച്ചയുടെ പ്രതിഷേധം കഴിഞ്ഞ ദിവസം കൊല്ലത്തുണ്ടായിരുന്നു. അത് തൊട്ടു പിന്നാലെ യൂത്ത് കോൺഗ്രസ് DYFI പ്രവർത്തകരെ തിരിച്ചടിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. യൂത്ത് കോൺഗ്രസ് വലിയ സമരം ഇന്നലെ തലസ്ഥാനത്ത് നടന്ന് KSUവിൻ്റെ മാർച്ചുണ്ട്. നിരവധി പ്രവർത്തകർ ഇന്ന് പോലീസ് കസ്റ്റഡിയിലുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നു. ഏതായാലും നവകേരള സദസ്സ് അവസാന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ അത് പ്രതിഷേധവും അടിയും തിരിച്ചടിയുമായാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ നേടുന്നത്. ാണ് സാഹചര്യം. നവകേരള സദസ്സ് തലസ്ഥാനത്താണ്. കൂടുതൽ പ്രതിഷേധം പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അരുണുള്ളത് ആറ്റിങ്ങലിലാണ്. നവകേരള സദസ്സിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ മന്ത്രിമാരടക്കം അവിടെ ഉണ്ട്. രാവിലെ പ്രഭാത യോഗം നടക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അരുണിലേക്ക് തന്നെ വരണം. അല്പസമയത്തിനകം തന്നെ അരുൺ തുടരുക. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക്, 1-2 വാർത്തകളിലേക്ക് പോയിട്ട് തിരിച്ച് നവകേരള സദസ്സിൻ്റെ വാർത്തയിലേക്ക് വരാമെന്ന് കരുതുന്നു. 4 പേർ മരിച്ച ക്യുസാറ്റ് ദുരന്തത്തിൽ അന്വേഷണ പുരോഗതി ഇന്ന് സർക്കാർ ഹൈക്കോടതി അറിയിക്കും. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ നൽകിയ ഹർജിയിലാണ് വിശദീകരണം നൽകുക. ഡാനി പോൾ ചേരും. ഡാനി, ഇതിൻ്റെ വിശദാംശങ്ങൾ ഹൈക്കോടതി തേടിയിരുന്നു നേരത്തെ ഈ വിഷയത്തിലടക്കം. അപ്പം വിദ്യാർത്ഥികളെ കുറ്റപ്പെടുത്തരുത് എന്ന കർശന നിർദ്ദേശവും സർക്കാർ നൽകിയെന്നാണ് മനസ്സിലാകുന്നത്. അപ്പം ക്യുസാറ്റിന് നൽകിയെന്നാണ് മനസ്സിലാകുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത, ഇത് സംബന്ധിച്ച് വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണം നടത്തണം. KSU കൂടുതലും ഈ ഹർജിയിൽ ആവശ്യപ്പെടുന്നതായിരുന്നു. കാരണം തുടക്കത്തിൽ തന്നെ ഈ അന്വേഷണം പോകുന്നത് വിദ്യാർത്ഥികൾ, സംഘാടകരായ വിദ്യാർത്ഥികളെ മാത്രം കുറ്റപ്പെടുത്തുക ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവരുടെ ഭാഗത്തു നിന്ന് സംഭവിച്ച വലിയ വീഴ്ചയാണ് ഇതിനെല്ലാം ഉത്തരവാദിത്തം എന്ന രീതിയിലേക്ക് ആ കാര്യങ്ങൾ പോകുന്നു. അത് ഉണ്ടാകരുത് എന്ന് ചൂണ്ടിക്കാണി ഇതിൽ കൃത്യമായ രീതിയിലുള്ള നടപടികൾ വേണം, അന്വേഷണം വേണമെന്ന് കാണിച്ചുകൊണ്ടാണ് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇത് ഹർജി പരിഗണിക്കുന്ന ആദ്യഘട്ടത്തിൽ തന്നെ കോടതി ഇതിൽ ഇടപെട്ടുകൊണ്ട് പറഞ്ഞിരുന്നു, വിദ്യാർത്ഥികളെ ഈ രീതിയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിയാവില്ല. ഇത് സംബന്ധിച്ച കൃത്യമായ രീതിയിലൊരു അന്വേഷണം സമർപ്പിക്കേണ്ടതുണ്ട്. സർക്കാർ ഇതുവരെ എടുത്തിട്ടുള്ള നടപടികൾ, ഏത് രീതിയിലുള്ള അന്വേഷണങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു, അതിലെന്താണ് നടപടികൾ എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന്
വീണ്ടും ഈ ഹർജി സമർപ്പിക്കപ്പെടുന്നത്. ഇതിൽ എന്താണ് സ്വീകരിച്ച നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കണം. പ്രത്യേകിച്ച് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, പ്രിൻസിപ്പൽ വളരെ കൃത്യമായ വിവരങ്ങൾ രജിസ്ട്രാറെ അറിയിച്ചിട്ടുണ്ട്. അതിന് തെളിവുകളുണ്ട്. ഇതിൽ പോലീസ് സുരക്ഷ വേണം, ഇത്ര പേർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്, ഈ സംഗീത നിശയുണ്ട്, ഇതെല്ലാം കാണിച്ചുകൊണ്ട് സുരക്ഷയ്ക്ക് മതിയായ പ്രാധാന്യം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് കുസാറ്റ് പ്രിൻസിപ്പൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് പ്രിൻസിപ്പൽ അപേക്ഷ നൽകിയിരുന്നു. പക്ഷേ അതിൽ രജിസ്ട്രാർ കൃത്യമായ നടപടി എടുത്തില്ല, അതിൽ വീഴ്ച സംഭവിച്ചു എന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരോട് ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം നേടിയിട്ടുണ്ട്. ഹർജി ഇന്ന് രാവിലെ തന്നെ കോടതിയുടെ പരിഗണനയ്ക്ക് വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. രഞ്ജിത്ത, അതാണ് കിസാറ്റ് ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള വിവരം. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകണം ഡാനി. പെൻഷൻ മുടങ്ങിയത് ചോദ്യം ചെയ്തുള്ള ഇടുക്കി സ്വദേശി മറിയക്കുട്ടിയുടെ ഹർജിയും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. 5 മാസത്തെ പെൻഷൻ മുടങ്ങിയെന്നാണ് മറിയക്കുട്ടിയുടെ ആക്ഷേപം. ഇതിൽ ഹൈക്കോടതി സർക്കാരിൻ്റെയും അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെയും വിശദീകരണം കൂടി തേടിയിട്ടുണ്ട്. ഡാനി ഇപ്പോൾ ചേർന്നു. ഡാനി, സർക്കാർ പിരിക്കുന്ന പണങ്ങൾ, ഈ പെട്രോൾ സെസ്സായി ബന്ധപ്പെട്ടുമൊക്കെ പിരിച്ചെടുക്കുന്ന പണത്തിൻ്റെ വിശദാംശങ്ങളൊക്കെ മറിയക്കുട്ടി ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ വിശദീകരണം ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ തേടിയിട്ടുണ്ട് എന്നുമാണ് മനസ്സിലാക്കുന്നത്. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? കോടതി ഏത് തരത്തിലുള്ള പരാമർശങ്ങൾ ഈ ഇരുവരുടെയും വാദങ്ങൾക്കിടയിൽ നടത്തിയിരുന്നു? രഞ്ജിത്ത, പെൻഷൻ മുടങ്ങുന്നു എന്ന് ഒരു വ്യാപകമായ രീതിയിൽ തന്നെ പലയിടത്തു നിന്നും പരാതികൾ വരുന്നു. പലർക്കും ലഭിക്കാതെ വന്നതിനെ തുടർന്ന് പല കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പല ഭാഗങ്ങളിലും പെൻഷൻ മുടങ്ങുന്നതായിട്ടൊരു ആക്ഷേപങ്ങൾ ശ്രദ്ധയിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മറിയക്കുട്ടിയുടെ അടക്കമുള്ള സമരങ്ങൾ, ചെടുത്തിയുടെ അടക്കമുള്ള സമരങ്ങൾ വലിയ രീതിയിലേക്ക് സമൂഹശ്രദ്ധ പിടിച്ചുപറ്റുകയും എല്ലാം തന്നെ ചെയ്തതാണ്. ഇതിനാണിപ്പോൾ ഹൈക്കോടതിയിലേക്ക് അടക്കം ഈ ഹർജിയായിട്ട് തന്നെ മറിയക്കുട്ടി വന്നിരിക്കുകയും ചെയ്യുന്നത്. ഇതിൽ പരിഗണിക്കുമ്പോൾ ഇതിൽ കൃത്യമായ രീതിയിൽ സർക്കാരിന് ഈ ഒരു വിഹിതം ലഭിക്കുന്നുണ്ട് എന്നാണ് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അത് കേന്ദ്രം ഒരു വിഹിതം നൽകുന്നുണ്ട്. അതോടൊപ്പം മദ്യസെസ് അത് സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകാനെന്ന പേരിൽ പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായ രീതിയിൽ പണം സർക്കാരിലേക്ക് വരുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഈ തുക വിതരണം ചെയ്യുന്നില്ല എന്നതാണ് ഹർജിക്കാരിയുടെ ചോദ്യമായിട്ട് വരുന്നത്. അത് ഇനി ഒരു കുടിശ്ശിക ഉണ്ടാകരുത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കുടിശ്ശിക അതിൻ്റെ കൃത്യമായൊരു വിതരണം നടത്തണം. അതോടൊപ്പം തന്നെ ഒരു കുടിശ്ശിക ഇനി വരരുത് എന്നെല്ലാമാണ് ഇവരുടെ ഹർജിയിൽ പ്രധാനമായിട്ടും തന്നെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും ചില പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഇത് വളരെയധികം പരാതികൾ പല ഭാഗങ്ങളിലും തന്നെ ഉണ്ടാകുന്നുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയും ഈ ഹർജി പരിഗണിക്കപ്പെടുന്ന വേളയിൽ പരാമർശങ്ങൾ പ്രതീക്ഷിക്കപ്പെട്ടേക്കാം. ഈ മറിയക്കുട്ടിയുടെ സമരം പോലും വളരെയധികം ശ്രദ്ധ നേടിയതാണ്, വാർത്താ ശ്രദ്ധ നേടിയതാണ്. അത് സർക്കാരിനെതിരെയുള്ള ഒരു ആയുധമാക്കി ചിലർ ഉപയോഗിക്കുന്നു എന്ന രീതിയിൽ തന്നെ ഇടത് പ്രൊഫൈലുകൾ അത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്താണ്. അങ്ങനെ അതൊരു രാഷ്ട്രീയപരമായും വലിയ രീതിയിലുള്ളൊരു ചർച്ചയാക്കപ്പെട്ടൊരു സംഭവം തന്നെയായിരുന്നു. എന്തായാലും ഇന്ന് കോടതിയുടെ പരിഗണനയിലേക്ക് വരുമ്പോൾ നിശ്ചയമായും ഇത് സംബന്ധിച്ച കോടതിയുടെ പരാമർശങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രഞ്ജിത്ത്, ഒപ്പം മറ്റൊരു വാർത്ത പ്രധാനമായും ഡാനിക്ക് നൽകാനുള്ളത് BJPയുടെ സ്നേഹ സന്ദേശയാത്രയുമായി ബന്ധപ്പെട്ടാണ്. അത് ഇന്ന് നടക്കും. അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അല്പസമയത്തിനകം മാർ ജോർജ് ആലഞ്ചേരിയെ സന്ദർശിക്കും എന്നുള്ളതാണ്. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, BJP ലക്ഷ്യം വെക്കുന്നത് വലിയ കാര്യങ്ങളാണ്. കാരണം ക്രിസ്ത്യൻ സമൂഹത്തെ പാർട്ടിയോട് അടുപ്പിക്കുക, സമീപകാലത്തെ വിവിധ സംഭവവികാസങ്ങൾ അവരിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് താനും. എന്തൊക്കെയാണ് തുടക്കം മാർ ജോർജ് ആലഞ്ചേരിയിൽ നിന്നാണ് എന്ന് മനസ്സിലാകുന്നു. മറ്റെന്തോ കാര്യങ്ങൾ പ്രതീക്ഷിക്കണം? എന്തൊക്കെയാണ് അവർ ആസൂത്രണം ചെയ്തിരിക്കുന്ന ഈ ക്രിസ്മസ് കാലത്തെ പരിപാടികൾ? രഞ്ജിത്ത്, കേരള രാഷ്ട്രീയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതായിരുന്നു. BJPയുടെ ഈ ഒരു സമീപനം ക്രിസ്ത്യൻ സമുദായത്തെ, ക്രൈസ്തവ സമുദായത്തെ കുറെ കൂടി BJPയോട് അടുപ്പിച്ചു നിർത്തുക, അല്ലെങ്കിൽ ഈ ഒരു BJPയുടെ സന്ദേശങ്ങൾ അവർക്ക് ഇവരെ മാറ്റി നിർത്തുന്ന രീതിയിലാണെന്ന് പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അതങ്ങനെയല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുക. തങ്ങൾ എല്ലാവർക്കും കടന്നു വരാൻ തയ്യാറാണ്, എല്ലായിടത്തേക്കും കടന്നു വരാൻ തയ്യാറാണ്, തങ്ങളെ മാറ്റി നിർത്തുന്ന ചിലർ ബോധപൂർവമുള്ള ചില അജണ്ടകളുടെ ഭാഗമാണ് ാണ് BJP കേന്ദ്രങ്ങൾ പറയുന്നത്. അത് പൊളിച്ചെഴുതുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്നു. അതിനുവേണ്ടിയുള്ള
കഴിഞ്ഞ തവണയെല്ലാം തന്നെ നടത്തിയ സന്ദർശനങ്ങൾ ബിഷപ്പ് ഹൗസുകളിലും ക്രിസ്ത്യൻ ഭവനങ്ങളിലും പ്രമുഖ കേന്ദ്രങ്ങളിലും എല്ലാം തന്നെ ഇത്തരം സന്ദർശനങ്ങളുണ്ടായിരുന്നു. അതൊരു പരിധിവരെ ശ്രദ്ധിക്കപ്പെടുകയും ചിലയിടങ്ങളിൽ വലിയ സ്വീകാര്യ ആകുകയും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയുമാണ്. രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെട്ടു എന്ന് തന്നെയാണ് അതെടുത്ത് പറയേണ്ടത്. അങ്ങനെയുള്ളൊരു സ്നേഹ സന്ദേശ യാത്രയുടെ ഒരു തുടക്കം വീണ്ടും ഉണ്ടാകുന്നു എന്നതാണ്. പ്രത്യേകിച്ച് ഈ മണിപ്പൂർ കലാപങ്ങളുടെ എല്ലാം തന്നെ ഒരു പശ്ചാത്തലം ഇതിലുണ്ട്. അതിൽ വലിയ രീതിയിൽ ക്രിസ്ത്യൻ സമൂഹം അവിടെ ആക്രമിക്കപ്പെട്ടു. അങ്ങനെ ഇവിടെ ഈ രീതിയിലുള്ളൊരു സമീപനം തുടരുമ്പോൾ മറുയിടങ്ങളിൽ സംഭവിക്കുന്നത് എന്താണ് എന്നാൽ വലിയ രീതിയിലുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു ആശയക്കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി പറഞ്ഞ് മനസ്സിലാക്കുക എന്നതാണ്. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ തൊട്ടു മുന്നിലുണ്ട്. രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങളില്ല എന്ന് പറയുമ്പോഴും തീർച്ചയായും രാഷ്ട്രീയപരമായി അതിന് നിർവചിക്കപ്പെടേണ്ടത് തന്നെയാണ് അത്തരം സന്ദർശനങ്ങൾ. അത് BJP വളരെ കൃത്യമായ ഒരു സമയത്ത് നൽകുന്നു. ക്രിസ്മസ് സമയത്ത് 21 മുതൽ 31 വരെയുള്ള സമയങ്ങളിലാണ് കേരളത്തിലെ ക്രൈസ്തവ പ്രധാനമായ കേന്ദ്രങ്ങളിലടക്കം സന്ദർശനങ്ങൾ നടത്തുന്നത്. അതിന് പ്രമുഖ നേതാക്കൾ തന്നെ മുന്നിട്ടിറങ്ങുന്നു എന്നതാണ്. ഇവിടെ BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ അതിന് നേതൃത്വം നൽകുന്നു. കർദിനാൾ ജോർജ് ആലഞ്ചേരിയാണ് സിറോ മലബാർ സഭയുടെ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിലെത്തി കാണുന്നത്. ഇന്ന് രാവിലെ 8 മണിക്കാണ് ഈ സന്ദർശനം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനുശേഷം ഈ സ്നേഹ സന്ദേശ യാത്ര സംസ്ഥാനത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ വിവിധ നേതാക്കൾ പലയിടങ്ങളിലായിട്ട് ഈ ക്രൈസ്തവ മേലധ്യക്ഷന്മാരെയും പ്രമുഖ കുടുംബങ്ങളുമെല്ലാം തന്നെ പ്രമുഖരെല്ലാം തന്നെ സന്ദർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. എന്തായാലും അതിന് കൃത്യമായൊരു രാഷ്ട്രീയ ചർച്ച ചെയ്യപ്പെടണം എന്ന് BJPയും ഉദ്ദേശിക്കുന്നുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് എന്ന്, അതിൻ്റെ ഒരു അനന്തര ഫലങ്ങൾ കൃത്യം തിരിച്ച് എന്ത് നൽകുന്നു എന്നതെല്ലാം തന്നെ ഒരു ചർച്ച ചെയ്യപ്പെടേണ്ടതും കാത്തിരുന്നു കാണേണ്ടതുമായ കാര്യങ്ങളുമാണ്. രഞ്ജിത്ത്, ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു പ്രധാന വാർത്ത, കാർഷിക വിഷയങ്ങളിൽ സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് കത്തോലിക്ക കോൺഗ്രസ് എന്നുള്ളതാണ്. സംസ്ഥാന വ്യാപകമായി നടത്തിയ അതിജീവന യാത്രയിൽ സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു. അൽമായർ നടത്തുന്ന യാത്രയ്ക്ക് പിന്തുണയുമായി സഭാ നേതൃത്വം ഒന്നാകെ ഉണ്ട്. കർഷകരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് സമരം. വന്യമൃഗശല്യം മുതൽ റബ്ബറിന് 250 രൂപ താങ്ങുവില നടപ്പിലാക്കാത്ത സർക്കാർ നിലപാട് വരെ ചോദ്യം ചെയ്യുന്നു. സംസ്ഥാന സർക്കാരിനെ പൂർണ്ണമായും വിമർശിച്ചുകൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ സംസ്ഥാന ജാഥ. ഞങ്ങൾ ഈ സർക്കാരിനോട് പറയുന്നത്, ഞങ്ങൾ ഈ കത്തോലിക്ക കോൺഗ്രസ് നവകേരള സദസ്സിന്റെ പുറകെയാണ് പോകുന്നത്. ഗ്രാമങ്ങളിലൂടെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്താ പോകുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ഇടതുപക്ഷ സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ എങ്ങനെയാണോ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളിലേക്ക് വന്നത് അതുപോലെ വേണം ഭരണത്തിലിരിക്കുമ്പോഴും വരാൻ. കവചങ്ങളിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഞങ്ങളുടെ ഇടയിലേക്ക് വരണമെന്നാണ് ഒന്നാമത് ഈ അവിടെ ശ്രദ്ധ ഞങ്ങൾ കോട്ടയത്ത് ആവശ്യപ്പെടുന്നത്. വിവിധ രൂപതകൾ കേന്ദ്രീകരിച്ചാണ് യാത്ര. കോട്ടയം രൂപതയിൽ ക്നാനായ സഭാധ്യക്ഷൻ മാത്യു മൂലക്കാട്ട് ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രശ്നങ്ങൾ അധികാരികൾ തിരിച്ചറിയാത്തത് ആപൽക്കരമാണെന്ന് ബിഷപ്പ് പറഞ്ഞു. കേരളത്തിലെ കർഷകന്റെ ദുഃഖങ്ങളും വേദനകളും ഇവിടെ ഭരിക്കുന്ന ആളുകൾ തിരിച്ചറിയുവാനും അതിന് ന്യായമായിട്ടുള്ള പരിഹാരമാർഗങ്ങൾ കണ്ടെത്തുവാനും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് അനുസ്മരിപ്പിക്കുവാനുമായിട്ടാണ് ഈ യാത്ര നാം നടത്തുന്നത് എന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ യാത്രയ്ക്ക് ലഭിച്ച വലിയ സ്വീകരണം നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. റബ്ബർ വില 250 രൂപ ആക്കണമെന്ന് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ആവശ്യപ്പെട്ടിരുന്നു. നാളെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ചോടെയാണ് അതിജീവന യാത്ര സമാപിക്കുന്നത്. ന്യൂസ് 18 കോട്ടയം. കരുവന്നൂർ കേസിൽ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഇന്ന് EDക്ക് മുൻപാകെ ഹാജരാകും. PR അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷയും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടെ സംസ്ഥാന അതിർത്തികളിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കി കർണാടക. വയനാട്ടിലെ ബാവലി, കുട്ട എന്നിവിടങ്ങളിലാണ് പരിശോധന കർശനമാക്കിയത്. കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്ക് പ്രവേശിക്കുന്നവരുടെ ശാരീരിക ഊഷ്മാവ് പരിശോധിച്ചാണ് അതിർത്തി കടത്തിവിടുന്നത്. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വ്യാപകമായതോടെയാണ് കേരളവുമായി അതിർത്തി പങ്കിടുന്ന ചെക്ക് പോസ്റ്റുകളിൽ കർണാടക ആരോഗ്യവകുപ്പ് പരിശോധന കർശനമാക്കിയത്. ഡോക്ടറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. ബസ് ഉൾപ്പെടെ മുഴുവൻ വാഹനങ്ങളും തടഞ്ഞു നിർത്തി യാത്രക്കാർക്ക് പനിയുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. ഉയർന്ന ഊഷ്മാവ് രേഖപ്പെടുത്തിയവരെ മടക്കി അയക്കും. അല്ലാത്തവരെ പരിശോധനയ്ക്ക് ശേഷം കടത്തിവിടും. ചൂടുയർന്നിട്ടും യാത്ര ചെയ്യണമെന്നവർ കോവിഡിൽ നിന്ന് സ്ഥിരീകരിച്ച് യാത്ര തുടരാം. കോവിഡ് സ്ഥിരീകരിച്ചാൽ കർണാടകയിൽ ക്വാറന്റൈനിൽ കഴിയണം. And please all of them use mask and social distance and sanitizer. These are the three criteria
we should adapt, and we are giving lot of awareness to the peoples here. Kerala, we are requesting Kerala peoples, please don't travel if any have symptoms like that. We are sincerely requesting, please avoid the traveling. ഇന്നലെ വൈകുന്നേരം മുതലാണ് പരിശോധന ആരംഭിച്ചത്. കേരളവുമായി അതിർത്തി പങ്കിടുന്ന ബാവലി, കുട്ട എന്നീ ചെക്ക് പോസ്റ്റുകളിലാണ് പരിശോധന. കണ്ണൂരിലെ ഇരിട്ടി, മാങ്കൂട്ടം അതിർത്തിയിലും പരിശോധന ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് 80 വയനാട്. കോവിഡ് കണക്കുകൾ ഇതിനിടെ വീണ്ടും ഉയരുന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട്. രാജ്യം കനത്ത ജാഗ്രതയിലാണ്. ലോകാരോഗ്യ സംഘടന ഇപ്പോൾ പടരുന്ന കോവിഡ് ഉപവകഭേദമായ JN.1-നെ വേരിയന്റ് ഓഫ് ഇൻട്രസ്റ്റ് പട്ടികയിൽ ഉൾപ്പെടുത്തിയതോടെയാണ് ജാഗ്രത വർദ്ധിപ്പിക്കുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വലിയ അപകടകാരി അല്ലെങ്കിലും വേഗത്തിൽ രോഗവ്യാപനം സൃഷ്ടിക്കുമെന്നതാണ് ഈ ഉപവകഭേദം ആശങ്ക ഉണ്ടാക്കുന്നത്. രാജ്യത്തെ ആരോഗ്യ മേഖലയിൽ വലിയ ആശങ്കയായാണ് കോവിഡ് കേസുകൾ വീണ്ടും കുതിച്ചുയരുന്നത്. വളരെ വേഗം പടരുന്ന JN.1 സബ് വേരിയന്റ് കൊറോണ വൈറസിന്റെ സാന്നിധ്യം 3 സംസ്ഥാനങ്ങളിൽ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. കേരളം, ഗോവ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലാണ് ഇത് സ്ഥിരീകരിച്ചത്. ഗോവയിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് JN.1 വേരിയന്റ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇത് JN.1 വേരിയന്റ് ആണോ എന്ന് നടത്തിയ പരിശോധനയിൽ വ്യക്തമായ കാര്യമാണ്. രാജ്യത്താകെയുള്ള കോവിഡ് രോഗികളുടെ കണക്കെടുത്താൽ ഇതിനേക്കാൾ പേടിപ്പെടുത്തുന്നതാണ് സാഹചര്യം. ദിവസങ്ങൾക്കുള്ളിൽ 1000-ലേറെ പേരിലേക്കാണ് കോവിഡ് എത്തിയത് എന്ന് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ബുധനാഴ്ച മാത്രം 614 പേർക്ക് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. മെയ് മാസത്തിനു ശേഷം ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് രോഗികളുടെ ഏറ്റവും ഉയർന്ന എണ്ണമാണ് ഇത്. ബുധനാഴ്ച വൈകിട്ട് 5 മണിയുടെ കണക്കനുസരിച്ച് രാജ്യത്തെ ആക്റ്റീവ് കോവിഡ് രോഗികളുടെ എണ്ണം 2311 ഈ സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ആരോഗ്യവകുപ്പിലെ ഉന്നതരുടെ യോഗം വിളിച്ചിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളോടും കനത്ത ജാഗ്രത പാലിക്കാൻ യോഗം നിർദ്ദേശിച്ചു. കോവിഡ് മുൻകരുതൽ മാർഗങ്ങൾ വീണ്ടും നിർബന്ധമാക്കാനാണ് തീരുമാനം. വരും ദിവസങ്ങളിൽ മാസ്കും സോഷ്യൽ ഡിസ്റ്റൻസിംഗും പാലിക്കണമെന്ന ഉത്തരവുണ്ടാകുമെന്നാണ് സൂചന. ഓരോ സംസ്ഥാനങ്ങളോടും അവിടുത്തെ സാഹചര്യം പരിഗണിച്ചുള്ള മുൻകരുതലുകൾ സ്വീകരിക്കാനാണ് നിർദ്ദേശം. ഇപ്പോൾ ആരും ഭയക്കേണ്ട കാര്യമില്ലെന്നും രോഗവ്യാപനം കുറയ്ക്കാൻ ജാഗ്രത പാലിക്കണമെന്നും യോഗത്തിന് ശേഷം മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. കോവിഡ് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ തൊട്ടുപിന്നാലെ ഏത് വേരിയന്റാണ് രോഗിയെ ബാധിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താൻ സംസ്ഥാനങ്ങളിലെ ആരോഗ്യവകുപ്പിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. പുതിയ വേരിയന്റുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് കേന്ദ്രത്തെ അറിയിക്കണം. എല്ലാ സംസ്ഥാനങ്ങളും കോവിഡ് പരിശോധനാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണം. ന്യൂമോണിയ ബാധിച്ചു വരുന്നവരെയും പ്രത്യേകമായി പരിശോധിക്കാനും നിർദ്ദേശമുണ്ട്. നേരത്തെ കോവിഡ് ബാധിച്ച് അതിനെ തുടർന്നുള്ള ന്യൂമോണിയയാണോ എന്ന് കണ്ടെത്താനാണ് ഇത്. എല്ലാ സംസ്ഥാനങ്ങളോടും കോവിഡ് രോഗികൾക്ക് നൽകേണ്ട മരുന്നുകളുടെ ആവശ്യത്തിന് സ്റ്റോക്ക് സൂക്ഷിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓക്സിജൻ സിലിണ്ടറുകൾ, കോൺസെൻട്രേറ്റുകൾ, വെന്റിലേറ്ററുകൾ, വാക്സിനുകൾ എന്നിവയും ആവശ്യത്തിന് കരുതി വെക്കണം. ഇപ്പോൾ പടരുന്ന JN.1 വേരിയന്റിനെ ലോകാരോഗ്യ സംഘടന വേരിയന്റ് ഓഫ് ഇൻട്രസ്റ്റായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിൽ ഈ വേരിയന്റ് മൂലമുള്ള കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധന വരുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം. വലിയ അപകടമുണ്ടാക്കുന്ന കോവിഡ് വേരിയന്റ് അല്ലെങ്കിലും വേഗത്തിൽ കൂടുതൽ പേരിലേക്ക് പടർന്നു പിടിക്കുന്നതാണെന്നതാണ് ഗൗരവമേറെ നൽകാൻ കാരണം. വിവിധ രാജ്യങ്ങളിൽ ശൈത്യകാലം തുടങ്ങാനിരിക്കെ വൈറസിന്റെ വ്യാപനം കൂടുമെന്ന വിലയിരുത്തലാണ് ഉള്ളത്. ഇന്ത്യയെ കൂടാതെ ചൈന, സിംഗപ്പൂർ, അമേരിക്ക എന്നിവിടങ്ങളിലാണ് JN.1 വേരിയന്റിന്റെ വ്യാപനം കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വേരിയന്റ് ഓഫ് കൺസേൺ ആയി കണക്കിൽപ്പെടുത്തിയാൽ മാത്രമാണ് പേടിക്കേണ്ടത്. ഗൗരവമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നതും രോഗപ്രതിരോധ ശക്തി തകർക്കുന്നതുമായ വേരിയന്റുകളെയാണ് ഇങ്ങനെ കണക്കിൽപ്പെടുത്തുക. പാർലമെന്റിൽ പ്രതിപക്ഷ MPമാരെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ഇന്ത്യ മുന്നണി. ഇന്ന് പാർലമെന്റിൽ നിന്ന് വിജയ് ചൌക്കിലേക്ക് ഇന്ത്യ മുന്നണി മാർച്ച് നടത്തും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മറ്റ് സഖ്യകക്ഷി നേതാക്കൾ തുടങ്ങിയവർ മാർച്ചിൽ പങ്കെടുക്കും. തെക്കൻ തമിഴ്നാട്ടിലെ പ്രളയത്തിലുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര സംഘം എത്തി. തിരുനെൽവേലി തിരുച്ചെന്തൂർ റൂട്ടിൽ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. തിരുനെൽവേലി, തൂത്തുക്കുടി എന്നീ ജില്ലകളിലെ സ്കൂളുകൾക്ക് ഇന്നും കളക്ടർമാർ അവധി നൽകിയിട്ടുണ്ട്. പ്രളയമേഖലയിൽ രക്ഷാപ്രവർത്തനം ഊർജിതമാണ്. തൂത്തുക്കുടിയിലും തിരുനെൽവേലിയിലും സൈന്യത്തിൻ്റെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി സ്റ്റാലിൻ തൂത്തുക്കുടിയിലെത്തി പ്രളയമേഖലകൾ സന്ദർശിക്കും. പ്രളയം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി അടിയന്തര സഹായമായി 2000 കോടി രൂപ ഉടൻ അനുവദിക്കണമെന്നും സ്റ്റാലിൻ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഗാസയിൽ വീണ്ടും ഇസ്രായേലിന്റെ വെടിനിർത്തലിനും ഹമാസിന്റെ പിടിയിലുള്ള ബന്ദികളുടെ മോചനത്തിനും സാധ്യത ഉയരുന്നു. ഈജിപ്ഷ്യൻ ഇന്റലിജൻസ് മേധാവി അബ്ബാസ് കമാലുമായി ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ കഴിഞ്ഞ ദിവസം കെയ്റോയിലെത്തി കൂടിക്കാഴ്ച നടത്തി.
ഖത്തറിലാണ് ഹനിയ നിലവിൽ കഴിയുന്നത്. ഒരാഴ്ചയോളം നീണ്ട വെടിനിർത്തലിനും ഇസ്രായേൽ ജയിലിലുള്ള പലസ്തീൻ തടവുകാരുടെ മോചനവും ഇരുവരും ചർച്ച ചെയ്തെന്നാണ് വിവരം. താൽക്കാലിക മാനുഷിക വെടിനിർത്തലിന് തയ്യാറാണെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗും സൂചിപ്പിച്ചു. ഇതോടെ ഖത്തർ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ മധ്യസ്ഥ ചർച്ചകൾ വീണ്ടും സജീവമായി. 129 ബന്ദികളാണ് ഗാസയിൽ തുടരുന്നത്. ഇവരുടെ ബന്ധുക്കളുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചർച്ച നടത്തി. ഇടവേള. കേസ് രജിസ്റ്റർ ചെയ്ത് കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗം ഇന്ന് ചേരും. ഗവർണർ നോമിനേറ്റ് ചെയ്ത 18 അംഗങ്ങൾ പങ്കെടുക്കുന്ന ആദ്യ യോഗമാണ് ഇന്ന് ചേരാൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിൽ 9 പേർ സംഘപരിവാർ അനുകൂലികളാണെന്നാണ് SFI ഉൾപ്പെടെയുള്ള ഇടത് സംഘടനകളുടെ ആരോപണം. സംഘപരിവാർ അനുകൂലികളായ സെനറ്റ് അംഗങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാൻ SFI തീരുമാനിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സർവകലാശാലയിൽ ഇന്ന് സുരക്ഷ ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. MS അനീഷ് കുമാർ ചേരും. അനീഷ്, സർവകലാശാലകളിൽ പ്രതിഷേധവുമായി SFI ഉണ്ട് ഗവർണർക്കെതിരെ. ഇന്നിപ്പോൾ അസാധാരണമായ സാഹചര്യവുമുണ്ട്. പുതിയ സെനറ്റ് അംഗങ്ങളുടെ യോഗം, നിരവധിയായ ആരോപണങ്ങൾ SFIയുടെ ഭാഗത്തുണ്ടാകുന്നു. എന്താണ് അവിടെ പ്രതീക്ഷിക്കേണ്ടത്? രഞ്ജിത്ത്, തീർച്ചയായും ഈ സെനറ്റിലേക്ക് സർവകലാശാല നൽകിയ പട്ടിക മറികടന്ന് അംഗങ്ങളെ ഗവർണർ നോമിനേറ്റ് ചെയ്തു എന്നതാണ് SFI ഉയർത്തുന്ന ആരോപണം. ഇത്തരത്തിൽ നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ പങ്കെടുക്കുന്ന ആദ്യ യോഗമാണ് ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയിൽ നടക്കുന്നത്. ഇതിൽ ഓരോ ആളുകളെയും തിരിച്ച് നേരത്തെ SFI ഒരു പട്ടിക തയ്യാറാക്കി ഇരിക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ കോടതിയെ അടക്കം സമീപിക്കുകയും ചെയ്തു. എന്നാൽ കോടതിയിൽ നിന്നും ആദ്യഘട്ടത്തിൽ അനുകൂലമായൊരു വിധി ലഭിച്ചിട്ടില്ല. എന്നാൽ കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ വിധി ലഭിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിൽ ഈ അംഗങ്ങളുടെ ഒരു പട്ടിക പരിശോധിച്ചാൽ തന്നെ ഈ ബാലൻ പൂതേരി, അനുരാജ് AK, അഡ്വക്കേറ്റ് കരീം, അഫ്സൽ സഹീർ, ഡോക്ടർ S ഫാത്തിമ, മമത, സ്നേഹ C നായർ, അശ്വിൻ രാജ് എന്നിവരൊക്കെ ഈ പല മേഖലകളിൽ നിന്നും ഈ ഓരോ കക്ഷികളെ പ്രതിനിധീകരിച്ച്, അത് BJP, മുസ്ലിം ലീഗ്, കോൺഗ്രസ്, ABPയുടെ യൂണിറ്റ് പ്രസിഡന്റ് എന്നിവരടക്കമുള്ള ആളുകളൊക്കെയാണ് ഈ പട്ടികയിൽ ഇടം പിടിച്ചതെന്നാണ് സർക്കാരിൻ്റെ വാദം, അല്ലെങ്കിൽ SFIയുടെ വാദം. ഇവർക്കൊന്നും പ്രത്യേക മേഖലയിൽ കഴിവ് തെളിയിച്ചില്ല. ഓരോ മേഖലയിൽ നിന്നും കഴിവ് തെളിയിച്ചവരെ വേണം, അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുമൊക്കെ നേട്ടം നേടിയ ആളുകളെ വേണം ഇത്തരം പട്ടികയിലേക്ക് ഉൾപ്പെടുത്താൻ എന്നാണ് SFI ഉന്നയിക്കുന്ന വാദം. എന്നാൽ ഈ പറഞ്ഞ ആളുകൾക്കൊന്നും ഇത്തരത്തിലൊരു പ്രത്യേക മേഖലയിൽ കഴിവ് തെളിയിച്ചവരോ അല്ലെങ്കിൽ മികവുള്ളവരോ ഒന്നുമല്ല. അവർക്ക് BJP ബന്ധം, മറിച്ച് മറുവശത്ത് മുസ്ലിം ലീഗ്, കോൺഗ്രസ് ബന്ധമുള്ളവരാണ് ഇത്തരത്തിൽ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നതെന്നാണ് SFI പറയുന്നത്. പ്രത്യേകിച്ചും ഒരു UDF BJP ബാന്ധവം ഇക്കാര്യത്തിലുണ്ട്. ഗവർണർ എവിടെ നിന്നും ഇത്തരത്തിൽ ലീഗ് അംഗങ്ങളെയും കോൺഗ്രസ് അംഗങ്ങളെയും ഒക്കെ തെരഞ്ഞുപിടിച്ച് സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തു എന്ന ഒരു വാദവും ഉന്നയിക്കുന്നു. എന്തായാലും ഇന്ന് ഒരു സ്പെഷ്യൽ സെനറ്റ് എന്ന രീതിയിലാണ് ചേരുന്നത്. ഈ പ്രത്യേകമായി നിശ്ചയിച്ചിട്ടുള്ളൊരു അജണ്ട പ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് സെനറ്റിൽ തീരുമാനിക്കുക. മറ്റ് ചോദ്യങ്ങൾ, പുറത്തു നിന്നുള്ള ചോദ്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും സെനറ്റിൽ ഇന്നത്തെ യോഗത്തിൽ അനുവദിക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 10 മണിയാകുമ്പോൾ സർവകലാശാലയിൽ സെനറ്റ് യോഗം ചേരും. എന്തായാലും വിദ്യാർത്ഥികളുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഇന്ന് നടക്കുന്ന സെനറ്റിനെതിരെ മുൻകൂർ ഈ വിദ്യാർത്ഥി സമരവും മറ്റുമൊക്കെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ ജീവനക്കാരുടെ ഒരു സംഘടന ഈ അവിടുത്തെ ചില നിയമനങ്ങളുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ചില ജീവനക്കാരെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടൊരു പ്രതിഷേധത്തിന് ഇന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ സുരക്ഷാ സന്നാഹങ്ങൾ തന്നെ സെനറ്റിൻ്റെ പശ്ചാത്തലത്തിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രഞ്ജിത്ത്. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു. മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമാകുന്ന സിനിമ നേര് അത് ഇന്ന് റിലീസാവുകയാണ്. അതേസമയം തന്നെ ഈ നേരിൻ്റെ സ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ട അവകാശവാദം ഉന്നയിച്ചുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കഥാകൃത്ത് ദീപക് ഉണ്ണി നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിക്കുക. സിനിമയുടെ റിലീസ് തടയണമെന്ന ഹർജിക്കാരൻ്റെ ആവശ്യം കോടതി തള്ളിയിരുന്നു. സംവിധായകൻ ജിത്തു ജോസഫും മോഹൻലാലും വിശദീകരണം നൽകണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ജനുവരി 22-ന് പ്രാൺപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന അയോധ്യയിലേക്ക് ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് വരാനിരിക്കുന്നത്. 23-ന് ക്ഷേത്രം വിശ്വാസികൾക്ക് തുറന്നുകൊടുക്കും. മുഖം മിനുക്കി പുനർരൂപകൽപ്പന ചെയ്ത അയോധ്യ റെയിൽവേ സ്റ്റേഷൻ സൗകര്യങ്ങളിൽ ഇപ്പോൾ വിമാനത്താവളത്തിന് സമാനമാണ്. പ്രാൺപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്ന ജനുവരി 16 മുതൽ 100 ദിവസത്തേക്ക് 1000 ട്രെയിനുകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സർവീസ് നടത്തും. ലോകം കാത്തിരിക്കുകയാണ്
അയോധ്യയിലെ രാമക്ഷേത്രം വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കുന്ന നിമിഷത്തിനായി. ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഈ ചടങ്ങിന് സാക്ഷിയാകാൻ അയോധ്യയിലെത്തുമെന്ന് കരുതുന്നത്. വിമാനമാർഗമെത്തുന്നവർക്കായി അയോധ്യ ശ്രീറാം വിമാനത്താവളം അവസാനവട്ട ഒരുക്കങ്ങളിലാണ്. അയോധ്യ റെയിൽവേ സ്റ്റേഷനും മുഖം മാറുകയാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വേഗത്തിലെത്താനാകുന്ന, ഏറ്റവും സഞ്ചാരികളെ സ്വീകരിക്കാനാകുന്ന ഗതാഗത സംവിധാനങ്ങളാണ് അയോധ്യയിൽ ഒരുങ്ങുന്നത്. രാമക്ഷേത്രത്തിലെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഭാഗമായി 1000-ഓളം ട്രെയിൻ സർവീസുകളാണ് റെയിൽവേ നടത്തുന്നത്. ജനുവരി 19 മുതൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഈ ട്രെയിനുകൾ അയോധ്യയിലേക്ക് സർവീസ് നടത്തുക. നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് ആണ് ഇന്ന് തുടരുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസിനൊപ്പം വി അരുണുണ്ട്. അതിലേക്ക് 13 ജില്ലകൾ പിന്നിട്ടപ്പോഴുള്ള അനുഭവം തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലും അത് തന്നെയാണ് കാണുന്നത്. ഇനിയുള്ള കേന്ദ്രങ്ങളിലും അഭൂതപൂർവമായ ജനപങ്കാളിത്തമായിരിക്കും. ഈ നമ്മൾ കാസർഗോഡ് തുടങ്ങുമ്പോൾ വളരെ സമാധാനപരമായിരുന്നു. കണ്ണൂരെത്തുമ്പോൾ പക്ഷേ കല്യാശ്ശേരി എത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ മന്ത്രിമാർ നിങ്ങൾ സഞ്ചരിച്ച വാഹനത്തിന് മുന്നിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധമുണ്ടാകുന്നു. അവിടെ DYFI CPM പ്രവർത്തകർ മർദ്ദിക്കുന്നു, ക്രൂരമായി തന്നെ മർദ്ദിക്കുന്നു. അതിനുശേഷം ഇങ്ങോട്ട് ഈ നവകേരള സദസ്സ് ഓരോ ദിവസം പോകുമ്പോൾ എവിടെയൊക്കെ പ്രതിഷേധം ഉണ്ടാകുന്ന കാര്യം കൂടി അന്വേഷിക്കാൻ തുടങ്ങിയ ആളുകൾ. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? അല്ല, അതൊക്കെ UDF-ൽ തന്നെ യോജിപ്പില്ലാത്ത പ്രവർത്തനങ്ങളാണ്. UDF-ലെ കക്ഷി നേതാക്കന്മാർ പറഞ്ഞു ഇങ്ങനെയൊരു സമര രീതി ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. കോൺഗ്രസ്സിലെ തന്നെ സമുന്നതരായ നേതാക്കന്മാർ പറഞ്ഞു ഇങ്ങനെയൊരു രീതി ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. ഷൂസ് എറിയുക, ചീമുട്ടെറിയുക, അതുപോലെ ചാവേർ സമരം, ഓടുന്ന ബസ്സിന് മുമ്പിൽ ചാടുക, ഇടയ്ക്കിടയ്ക്ക് ചാടുകയാണ്. ആ ഡ്രൈവർ എത്ര ബുദ്ധിമുട്ടിയാണ്. അയാൾക്ക് ശരിക്കൊരു പ്രത്യേക അവാർഡ് കൊടുക്കണം. എപ്പോൾ വേണമെങ്കിലും ആൾ ചാടും, ഈ ചാവേറുകൾ ചാടുമെന്നുള്ള നിലയിൽ ആ വാഹനം ഇതുവരെ എത്തിച്ചല്ലോ. അത് കനകോലുവിൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും ഒരു തന്ത്രമാണ്. ആരെങ്കിലും ചാടി വണ്ടി തട്ടി പരിക്ക് പറ്റുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്താൽ ഒരു രക്തസാക്ഷി പരിവേഷം നൽകി കേരളത്തിലാകെ കലാപമുണ്ടാക്കുക എന്നുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നു. മുഖ്യമന്ത്രിക്ക് നേരെ ചീമുട്ട എറിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ജനങ്ങളിൽ വികാരം ഉണ്ടാവും. ഷൂസ് എറിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വികാരം ഉണ്ടാവും. ആ വികാരം തീർച്ചയായിട്ടും ഒരു പ്രശ്നത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു തന്ത്രം. പക്ഷേ അതിൽ നിന്നൊക്കെ അതിജീവിച്ച് പോകാനായി, വലിയ നിലയിൽ മുന്നോട്ട് പോകാനായി പ്രതിപക്ഷ നേതാവും ചില കോൺഗ്രസ് നേതാക്കന്മാരും കോൺഗ്രസ് പാർട്ടിയിലും UDF-ലും ഒറ്റപ്പെട്ടു എന്നുള്ളത് കൂടിയാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇന്നലെ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഒരു സമരം നടന്നു. പ്രതിപക്ഷ നേതാവ് മുന്നിൽ നയിച്ച സമരം. അദ്ദേഹം ആദ്യം അവിടെ എത്തുന്നു, ഉദ്ഘാടനം ചെയ്ത് മടങ്ങുന്നു, വീണ്ടും വരുന്നു, പ്രവർത്തകർക്കൊപ്പം മാർച്ച് ചെയ്ത് DCC ഓഫീസിലേക്ക് പോകുന്നു. അവിടെയും അദ്ദേഹം അവർക്ക് സംരക്ഷണം കൊടുത്തു നിൽക്കുന്നു. എങ്ങനെയാണ് ആ സമരത്തെ കാണുന്നത്? നമ്മൾ ഒരുപാട് സമരങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു സമരത്തിൽ നമ്മൾ കാണുമ്പോൾ എന്താ, കയ്യിൽ പതാക ഏന്തിയിട്ടാണ് ആളുകൾ വരിക. എന്നാൽ ഈ ആണിയടിച്ച പട്ടികയുമായി സമരത്തിൽ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? അത് ഈ നവകേരള സദസ്സിൻ്റെ വലിയ ഫ്ലെക്സ് ബോർഡുകൾ അടിച്ചു പൊട്ടിച്ച് അതിൽ നിന്ന് എടുത്താണ്. ഏതിന്ന് എടുത്താണെന്നൊക്കെയുള്ള പരിശോധിക്കേണ്ട കാര്യമാണ്. നവകേരള സദസ്സിൽ നിന്ന് അടിച്ചു പൊളിച്ച ഫ്ലെക്സ് ബോർഡിലുള്ള പട്ടികയാണോ എടുത്തത്, വേറെ ഏതാണോ എടുത്തതെന്നൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ്. വളരെ ബോധപൂർവം കലാപം സൃഷ്ടിക്കാൻ വേണ്ടി വരികയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിൽ തന്നെ ഒറ്റപ്പെട്ടിരിക്കുന്നു. അതിൽ നിന്ന് തിരിച്ചു വരണം എന്നുള്ളതാണ് ഒരു പ്രശ്നം. അതിന് അദ്ദേഹത്തിൻ്റെ ചില സ്വന്തക്കാരെ വെച്ച് നടത്തിയ സ്പോൺസേഡ് സമരമാണ് ഒന്ന്. രണ്ട്, KPC പ്രസിഡന്റ് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ അനുകൂലമായ പ്രസ്താവനകൾ ഏറ്റവും അവസാനം ചാൻസലർ വിഷയത്തിൽ കണ്ടു. അതിലാകെ അവർ നാണം കെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടണം. 2, 3, നവകേരള സദസ്സിൻ്റെ ജനപങ്കാളിത്തം. ആ ജനപങ്കാളിത്തത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനും ജനങ്ങളെ ഭീതിയിൽ അതിൻ്റെ ഭാഗമായ പരിപാടിയിൽ പങ്കെടുപ്പിക്കാതിരിക്കാനും ശ്രമിക്കണം. ഇങ്ങനെയുള്ള പല അജണ്ടകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. നമ്മൾ എത്ര സമരം കണ്ടിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് നേരിട്ട് കലാപത്തിന് ആഹ്വാനം ചെയ്യുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്തൊരു സമരം കണ്ടിട്ടുണ്ടോ? ഒരു പക്ഷേ പ്രതിപക്ഷ നേതാവ് സമരാനുഭവം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. അദ്ദേഹം അങ്ങനെ സമരാനുഭവങ്ങളിൽ നിന്നും വന്നൊരാളല്ല. നമുക്കറിയാം, നേരത്തെ ഉണ്ടായിരുന്ന പ്രതിപക്ഷ നേതാക്കന്മാരെ പോലെയൊന്നും സമരാനുഭവങ്ങളിൽ നിന്നും വന്നതല്ല. അദ്ദേഹം ഒരു മണ്ഡലത്തിലെ MLA ആയി കുറേ കാലം ജയിച്ചു, നേരെ പ്രതിപക്ഷ നേതാവ്, ഇങ്ങനെ വന്നതാണ്. അപ്പം അതിൻ്റെ പ്രശ്നമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം സമരത്തിന് മൈക്ക് കയ്യിൽ കിട്ടിയപ്പോൾ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞു. കയ്യും കെട്ടി നോക്കി നിൽക്കില്ല, നിയമം കയ്യിലെടുക്കും. ഇത് ഈ 2.5 കൊല്ലമായിട്ട് ജനങ്ങൾ കേൾക്കുകയാണ് ഒരേ ടൈപ്പ് ഡയലോഗ്. എന്നാൽ ഒന്നിട്ട് നടക്കുന്നില്ല. അതാണ് VD സതീശൻ വെറും ഡയലോഗ് സതീശനായി മാറുകയാണ്. ഡയലോഗ് ഇങ്ങനെ അടിക്കുക, ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുക, എന്നാൽ അതൊട്ടൊന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, കയ്യും കെട്ടി നോക്കിക്കൂല, വിടൂല, വെറുതെ വിടൂല. അപ്പം ഇത് ഇപ്പോൾ ഒരു ബോറൻ ഏർപ്പാടായിട്ട് പൊതുവേ ജനങ്ങൾ കാണുന്നു. വെറും ഡയലോഗ് അതിങ്ങനെ അടിക്കുന്ന ഒരാളായി VD സതീശൻ മാറുന്നു. ഇത് പൊതുവേ കാണുകയാണ്. ഞങ്ങളൊക്കെ വളരെ നല്ല നിലയിലാണ് ഇതൊക്കെ സംസാരിക്കാറ്. പക്ഷേ ഒരു ബഹുമാനവും തരാതെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും LDF നേതാക്കന്മാരെയും ആക്ഷേപിക്കുന്ന പണിയാണ്. ഗീവ് റെസ്പെക്റ്റ്, ടേക്ക് റെസ്പെക്റ്റ് ആണ്. അപ്പോൾ ഇങ്ങോട്ടിങ്ങനെ ഇത്തരം കാര്യങ്ങൾ നടത്തുകയാണെങ്കിൽ അതേ നിലവാരത്തിലല്ലെങ്കിലും
ചിലത് ഞങ്ങൾക്കും പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇത് തുടർച്ചയായിട്ട് കേരളത്തിൽ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇടതുപക്ഷ സർക്കാർ അതിൻ്റെ ഭരണവുമായിട്ട് മുന്നോട്ട് പോകും. ഇനിയുള്ള തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ തുടർച്ചയായ ഭരണം കേരളത്തിലുണ്ടാവും. ഇത് അഹങ്കാരം കൊണ്ട് പറയല്ല, ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിയിട്ടാണ്. LDF തുടർഭരണം കേരളത്തിലുണ്ടാകും. പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ VD സതീശൻ ഉണ്ടാകില്ല. അത് കോൺഗ്രസ് പുതിയ ആളെ കണ്ടെത്തും. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ഒരു കടലാസ് കഷ്ണം പോലും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നേരെ എറിയരുതെന്ന് പറഞ്ഞ ആളാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ മാറ്റി പറയാനാണ് ഇന്നലെ സെക്രട്ടറി മുന്നിൽ വന്നത്. അതാ ഞാൻ പറഞ്ഞ വെറും ഡയലോഗാണെന്ന്. ഇന്ന് പറയുന്നതല്ല നാളെ പറയുക, ഇന്നലെ പറയുന്നതല്ല ഇന്ന് പറയുക. വെറും അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. അതിൻ്റെ പ്രശ്നമാണ്. കയ്യടി കിട്ടാനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കുറച്ച് മ്യൂസിക് ഇട്ട് ഡയലോഗ് പോകാൻ കുറച്ച് യൂത്ത് കോൺഗ്രസ്സുകാരെ തയ്യാറാക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടല്ലല്ലോ പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കേണ്ടത്. പക്വമായി പ്രവർത്തിക്കണ്ടേ? നവകേരള സദസ്സ് അതിൽ പങ്കെടുക്കണം എന്ന് ആദ്യം നിശ്ചയിച്ചിരുന്നെങ്കിൽ എവിടെ എത്തുമായിരുന്നു? ആ നിലപാട് ജനങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കുകയായിരുന്നു. ചാൻസലർ വിഷയം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ സിലബസുകളിൽ കാവ്യവൽക്കരണം കൊണ്ടുവരുന്നത് പോലെ കേരളത്തിലും കൊണ്ടുവരാൻ അനുവദിക്കില്ല. ഇതിൽ സർക്കാരിനോടൊപ്പമാണ് നിലപാടെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നെങ്കിൽ ജനപിന്തുണ കൂടുകയില്ല. ഇങ്ങനെയുള്ള നിലപാടൊന്നും സ്വീകരിക്കാതെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായി അന്ധമായ അധികാരക്കൊതി മൂത്തതിൻ്റെ ഭാഗമായി ഇനിയൊരു കാലത്തും കേരളത്തിൽ അധികാരത്തിൽ വരില്ല എന്ന നിരാശയുടെ ഭാഗമായി LDF സർക്കാരിനെതിരെ BJP ആഗ്രഹിക്കുന്നത് പോലുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷം. ഈ ഒരു കാര്യമുണ്ട്, അതായത് ഞാൻ അവസാനിപ്പിച്ചൂടെ? ഇതിലൊരു കാര്യം കൊണ്ടുള്ളത്, അതായത് ഈ ഇന്നലെ ഈ DYFIയുടെ പ്രവർത്തകർക്കെതിരെ പലയിടത്തും, അതായത് പ്രതിരോധിക്കാൻ വരുന്ന മുഖ്യമന്ത്രിയുടെ യാത്രയെ പ്രതിരോധിക്കാൻ DYFI പലർക്കും അടികിട്ടി തുടങ്ങി. നേരത്തെ കോൺഗ്രസ്സുകാർക്ക് അടികിട്ടിയെങ്കിൽ ഇപ്പോൾ അത് കൊല്ലത്തും ഇന്നലെ ആറ്റിങ്ങലിലും കണ്ട തിരിച്ചാണ്. അറിയില്ല അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. യൂത്ത് കോൺഗ്രസ്സുകാർ സംഘടിച്ച് അതെനിക്കറിയില്ല സംഭവം. പൊതുവേ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. മുഖ്യമന്ത്രിയെ ചീമുട്ട എറിയാൻ ശ്രമിക്കുക, ഷൂസ് എറിയാൻ ശ്രമിക്കുക. കേരളം മുഴുവൻ ഷൂസ് എറിയെന്ന് പറഞ്ഞു. ഇതിൻ്റെ എന്തായി? ഷൂസ് കച്ചവടക്കാരൊക്കെ സന്തോഷിച്ചു, കുറേ കച്ചവടം ഉണ്ടാകുന്നു. പക്ഷേ അതൊട്ടുണ്ടായിട്ടില്ല. ചീമുട്ട എറിയെന്ന് പറഞ്ഞു എന്തായി? നടന്നില്ല. ചാവേർ സമരം, ചാടി വീട്, ഇങ്ങനെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. അതിലൂടെ ജനങ്ങളിൽ വൈകാരികമായി സമരം ചെയ്യുന്നവർക്കെതിരെ തിരിക്കുക, അതൊരു പ്രശ്നമാക്കി മാറ്റുക. അതല്ലേ ശ്രമം? ഈ ശ്രമം ശരിയാണോ? അപ്പോൾ പ്രതിപക്ഷ നേതാവിനെ റോട്ടിലിറങ്ങാൻ സമ്മതിക്കില്ല എന്ന തീരുമാനം ഏതെങ്കിലും യുവജന വിദ്യാർത്ഥി സംഘടന എടുക്കുന്നുണ്ടോ? അങ്ങനെ എടുക്കുന്നില്ല. ചീമുട്ട എറിയാൻ തീരുമാനിക്കുന്നുണ്ടോ? അങ്ങനെ തീരുമാനിച്ചാൽ എത്ര ചീമുട്ട എറിയാൻ പറ്റും? ഒരുപാട് ചീമുട്ട എറിയാൻ പറ്റും. അപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. അതല്ലല്ലോ രീതി. അപ്പോൾ ഒരു പക്വത കാണിക്കണം. ഇത്തരം കാര്യങ്ങൾ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ശക്തമായിട്ട് പറയാം, പക്ഷേ ജനാധിപത്യ വിരുദ്ധ സമീപനം സ്വീകരിക്കരുത്. ഓക്കെ. ഏതായാലും നവകേരള സദസ്സിൻ്റെ യാത്ര പുരോഗമിക്കുന്നു. ഇന്ന് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് മറ്റു മണ്ഡലങ്ങളിലേക്കും പര്യടനം പോകും. മന്ത്രി മുഹമ്മദ് റിയാസ് രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഉന്നയിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അപക്വമായി പെരുമാറുന്നു. സമര പാരമ്പര്യമില്ലാത്ത സമരങ്ങൾ ചെയ്ത് പരിചയമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവ് സ്വാഭാവികം വെറും ഡയലോഗ് സതീശനായി VD സതീശൻ മാറുന്നു എന്ന പരിഹാസം കൂടി VV അരുണാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസിനൊപ്പം, മന്ത്രി മുഹമ്മദ് റിയാസിനൊപ്പം ചേർന്ന് നവകേരള സദസ്സിന്റെ തിരുവനന്തപുരത്തെ പര്യടനം തുടരുകയാണ്. ഇതിനിടയിലാണ് VV അരുണുമായി മന്ത്രി മുഹമ്മദ് റിയാസ് സംസാരിച്ചത്. പ്രതിപക്ഷ നേതാവിനെ, ഇന്നലത്തെ പ്രതിപക്ഷത്തിന്റെ സമരത്തെ അടക്കം രൂക്ഷമായി മന്ത്രി വിമർശിക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ വാചകമടി സതീശനായി മാറി എന്ന പ്രധാനപ്പെട്ട വിമർശനമാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉന്നയിക്കുന്നത്. മറ്റു ചില വാർത്തകളിലേക്ക്. കീടനാശിനി ഉപയോഗിക്കാത്ത നല്ല മുളക് വിപണിയിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് പത്തനംതിട്ടയിലെ ഒരു കൂട്ടം കുടുംബശ്രീ പ്രവർത്തകർ. പത്തനംതിട്ട പന്തളം തെക്കേക്കര പഞ്ചായത്തിലെ പാറക്കര വാർഡിലെ വനിതകളാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ ചില്ലി വില്ലേജ് പദ്ധതി പ്രകാരം കശ്മീരി മുളകിൻ്റെയും പിരിയൻ മുളകിൻ്റെയും ഹൈബ്രിഡ് ഇനങ്ങൾ കൃഷി ചെയ്യുന്നത്. കൃഷിയാണ് പന്തളം തെക്കേക്കര പഞ്ചായത്തിൻ്റെ പ്രധാന വരുമാന മാർഗം. കാർഷിക മേഖലയിലെ പുതിയ കൃഷിരീതികൾ പരീക്ഷിക്കാനും ഇവിടുത്തെ കർഷകർ തയ്യാറാണ്. അങ്ങനെയാണ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിന്റെ ചില്ലി വില്ലേജ് പദ്ധതിയും പഞ്ചായത്തിലെ പാറക്കര വാർഡിലെ കുടുംബശ്രീ പ്രവർത്തകർ ഏറ്റെടുത്തത്. വിത്തും വളവും ജില്ലാ പഞ്ചായത്ത് സബ്സിഡിയായി നൽകിയതോടെ 25 സെന്റ് സ്ഥലത്തെ മുളക് കൃഷി ഇപ്പോൾ വിജയത്തിലാണ്. 20 ദിവസമായ തൈകളാണ് തന്നത്. നട്ട് 60ാമത്തെ ദിവസം ഇതിന് പൂവിടുമെന്ന് പറഞ്ഞു. അതിൻ്റെ ജീവിതത്തിൻ്റെ 60ാമത്തെ ദിവസം തന്നെ ഇത് പൂവിട്ടു. ഇന്ന് നട്ട് കഴിഞ്ഞിട്ട് ഇന്ന് 50 ദിവസമായിരിക്കുന്നു. 40ാമത്തെ ദിവസം ഇവിടെ നട്ട് 40ാമത്തെ ദിവസം അത് പൂവിട്ടു. ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കശ്മീരി മുളകിൻ്റെയും പിരിയൻ മുളകിൻ്റെയും തൈകളാണ് കൃഷി ചെയ്യുന്നത്. വിഷരഹിതമായ മുളക്
വിപണിയിൽ എത്തിക്കുകയാണ് ഈ വനിതകളുടെ ലക്ഷ്യം. എല്ലാം കുടുംബശ്രീയുടെ വനിതകൾക്ക് മാത്രം. അതായത് നമ്മൾ പറഞ്ഞത് വിഷരഹിതമായ പച്ചക്കറിയും അതുപോലെ വിഷരഹിതമായ മുളക് പൊടി വിപണിയിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. തരിച്ചുകിടക്കുന്ന 25 സെന്റ് സ്ഥലം തൊഴിലുറപ്പ് പദ്ധതിയിൽ കൃഷിയോഗ്യമാക്കിയാണ് മുളക് കൃഷി ചെയ്യുന്നത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ മാർഗനിർദ്ദേശങ്ങളും സഹായങ്ങളും കുടുംബശ്രീ പ്രവർത്തകർക്ക് ലഭിക്കുന്നുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. പതിവ് തെറ്റാതെ ക്രിസ്തുമസിനെ വരവേൽക്കാനൊരുങ്ങി കൊച്ചി ബ്രോഡ്വേ മാർക്കറ്റ്. ഹോൾസെയിലായും റീറ്റെയിലായും സാധനങ്ങൾ വാങ്ങാനെത്തുന്നവരുടെ തിരക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടിയാണ് ഇത്തവണ. കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹര കാഴ്ചയാണ് ബ്രോഡ്വേയിലെങ്ങും. കൊച്ചിക്കാരുടെ ക്രിസ്മസ് ആഘോഷം എവിടെ വരെ എത്തിയെന്ന് അറിയണമെങ്കിൽ ബ്രോഡ്വേയിൽ തന്നെ വരണം. ഒരു ക്രിസ്മസ് കാലം കൂടി എത്തുന്നതോടെ നക്ഷത്രങ്ങളുടെ പ്രതീക്ഷയുമായി വിപണികളും സജീവമായി. കൊച്ചി നഗരത്തിലെ തിരക്കേറിയ ബ്രോഡ്വേ മാർക്കറ്റിനെ ഏറെ സുന്ദരമാക്കുന്നത് രാത്രിയിലെ ഈ നക്ഷത്ര തിളക്കങ്ങളാണ്. ഓരോ വർഷവും പുതിയ ട്രെൻഡുകൾ കൊണ്ടുവന്ന് ആഘോഷം കൊഴുപ്പിക്കാൻ കച്ചവടക്കാരും റെഡിയായി. ഇത്തവണ എല്ലാ കൊല്ലത്തെ പോലെയല്ല, ഈ ഒരു സാധനം, ഈ ഗ്രീൻ മാല, അത് വളരെ നല്ല ചെലവ് കിട്ടി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് യൂട്യൂബിലൂടെ സക്സസ് ആയി. യൂട്യൂബിലൂടെ ഇത് സ്റ്റൂൾ വെച്ച് കമ്പ് വെച്ച് പുതിയ ട്രീ ഉണ്ടാക്കുന്നത് തരംഗമായി മാറി. അപ്പൊ അതുകൊണ്ട് ഈ പച്ചമാലയാണ് ഏറ്റവും കൂടുതൽ സെയിൽ വന്നത്. പുതിയ ഐറ്റംസ്, ബോൾ ഐറ്റംസ് അതിന് കുറെ വെറൈറ്റി സ്റ്റാറുകൾ, ലൈറ്റുകളൊക്കെ പുതിയ മോഡലുകൾ കുറെ വന്നിട്ടുണ്ട്. സ്റ്റാറുകൾ തന്നെ കുറെ കൊണ്ടുവന്നിട്ടുണ്ട്. രാത്രിയും പകലും മാർക്കറ്റിനുള്ളിലൂടെ നടന്നു നീങ്ങാൻ കഴിയാത്തത്ര തിരക്കായി. പുൽക്കൂടും ക്രിസ്മസ് ട്രീയും മാത്രമല്ല, ഇത്തവണ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ഫാൻസി കണ്ണടയും ഹെയർ ബാൻഡും പച്ചമാലയും എത്തിയിട്ടുണ്ട്. സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവരെക്കാളും വിപണി കാണാൻ എത്തുന്നവരാണ് കൂടുതൽ. വരാൻ പറ്റാത്ത രീതിയിൽ സമയത്ത് തിരക്കുണ്ട് ഇവിടെ. പിന്നെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റില്ല. ഏകദേശം നമ്മൾ കറങ്ങി വന്നപ്പോഴേക്കും 1 hour എടുക്കും. നല്ല തിരക്കാണ്. തിരക്ക് നല്ല തിരക്കുണ്ട്. പിന്നെ ഇപ്പൊ അതേ കൂടി കറങ്ങിയിട്ട് ഇങ്ങനെ കൂടി വന്ന് ഇവിടെയും കൂടി നോക്കിയിട്ട് പോകാലെന്ന് വിചാരിച്ചു. തിരക്കൊണ്ടിട്ട് നടക്കാൻ പറ്റുന്നില്ല, അത്രയും തിരക്കാണ്. ഹാപ്പി ക്രിസ്മസ്. കൊച്ചിക്കാരുടെ ക്രിസ്മസ് ആഘോഷം ഫോർട്ട് കൊച്ചിയിലാണെങ്കിലും വിപണികളുടെ രാജാവ് ബ്രോഡ്വേ തന്നെ. ക്രിസ്മസിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അവസാനവട്ട തയ്യാറെടുപ്പിലാണ് എല്ലാവരും. ക്യാമറാമാൻ ഷാഫിയോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. കോട്ടയംകാർക്ക് പുൽക്കൂട് സമ്മാനിക്കാൻ ഇത്തവണയും പതിവ് തെറ്റിക്കാതെ പാലക്കാട് സ്വദേശിയായ അറുമുഖവും കുടുംബവും എത്തി. ഈറയിലും മുളയിലും കച്ചിയിലും തീർത്ത പുൽക്കൂടുകളാണ് അറുമുഖം നിർമ്മിച്ചു നൽകുന്നത്. പല വലിപ്പത്തിലുള്ള പുൽക്കൂടുകൾ വാങ്ങാൻ കോട്ടയം നാഗമ്പടം നെഹ്റു സ്റ്റേഡിയത്തിന് മുന്നിലെ വഴിയരികിൽ എത്തിയാൽ മതി. കൊഴിഞ്ഞാൻ പറയുന്നതാണ് വരുന്നത്. വണ്ണാമട കൊഴിഞ്ഞാൻ പറയുന്നത്. പുൽക്കൂട് 3 കൊല്ലമായിട്ട് ഇവിടെ വന്ന് ചെയ്ത് വിൽക്കുന്നതാണ്. സാധനങ്ങളൊക്കെ ഞങ്ങൾ പാലക്കാടിൽ നിന്നാണ് മേടിക്കുന്നത്. ഇത് നമ്മൾ പൊളിച്ചിട്ട് ഇത് മുള പൊളിച്ചിട്ട് നമ്മൾ എത്രയ്ക്ക് വേണം അത്രയ്ക്ക് സൈസിന് നമ്മൾ കട്ട് ചെയ്തിട്ട് അത് ഫ്രെയിമാക്കി നമ്മൾ ചെയ്യുന്നതാണ്. ഒരു കൂട് തണിച്ചെല്ലാം ചെയ്തുണ്ടാക്കണമെങ്കിൽ ഒരു 2 മണിക്കൂർ എടുക്കും. നമ്മളിതെല്ലാം ചെയ്തിട്ട് ഒന്നിച്ചിട്ട് ഇരുന്നുണ്ടാക്കുന്നതാണ്. ഇതങ്ങനെ ഞങ്ങൾ 4 ആൾ കൂടി കഴിഞ്ഞാൽ ഒരു 12 എണ്ണം ഉണ്ടാക്കും. 12 എണ്ണം ഉണ്ടാക്കും. ഞങ്ങൾ സ്റ്റാർട്ടിങ് റേറ്റ് 250, 350, 450, 600 ഇങ്ങനെ പല സൈസ് ഉണ്ട്. പിന്നെ അതിലും പലരും ചെറുതും വേണമെങ്കിൽ നമ്മൾ ചോദിക്കുന്ന അനുസരിച്ച് ചെയ്ത് തരും. ഞങ്ങളിപ്പോൾ എങ്ങനെയാലും ഒരു 12 ദിവസം 15 ദിവസം ഇവിടെ ഉണ്ടാവും. ഒരു 300 പീസ് 350 പീസ് മൊത്തമായിട്ട് എല്ലാ ഐറ്റം കൂടി. നമ്മൾ 24-ാം തീയതി വൈകുന്നേരം 6 മണി വരെ ഇവിടെ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് കച്ചവടം ഉണ്ടാവില്ല. 25-ാം തീയതി രാവിലെ എല്ലാം എടുത്ത് പോകും. അത് റെഡിമെയ്ഡ് പുൽക്കൂട് ഇതിനേക്കാളും വ്യത്യാസം എന്ന് വെച്ചാൽ ഇത് നോക്കാനൊരു ഭംഗിയായിട്ടുണ്ടാവും. ഞങ്ങൾ ആണി വെച്ച് അടിക്കുന്നത് ഈ മുളയും കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് വെയിറ്റ് ഉണ്ടാവും, കുറച്ച് സ്ട്രോങ് ഉണ്ടാവും. അവിടത്തെക്കാളും അതിന് നമ്മൾ വൈക്കോൽ ഇട്ടാണ് ചെയ്യുന്നത്. വൈക്കോൽ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് കക്ഷി. അതുകൊണ്ട് അവർക്ക് ഇങ്ങനെയുള്ളത് നോക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുണ്ട്.
ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് ഉല്ലാസയാത്രയ്ക്ക് പോകുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. വിദേശയാത്ര പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്ര നയങ്ങളും ഇന്ത്യക്കാരുടെ ജീവിത നിലവാരം വർദ്ധിച്ചതുമെല്ലാമാണ് കാരണം. സഞ്ചാരികൾക്ക് ഫ്രീ വിസ ഓൺ അറൈവൽ സംവിധാനം കൂടി കൂടുതൽ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയതോടെ വിദേശയാത്ര ഒരു കടമ്പയല്ലാതായി. ഈ വരുന്ന പുതുവർഷത്തിനും വിദേശത്ത് പോയി ആഘോഷിക്കാൻ കാത്തിരിക്കുന്നത് നിരവധി പേരാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് വിനോദസഞ്ചാരത്തിനായും സാഹസിക യാത്രകൾക്കായും പോകുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവ് ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ. വിദേശ ടൂറിസം ഇഷ്ടപ്പെടുന്നവർക്കായി മോദി സർക്കാർ നടപടിക്രമങ്ങൾ കൂടുതൽ എളുപ്പമാക്കിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കോവിഡ് മഹാമാരിക്ക് ശേഷം വിദേശ ടൂറിസം ഇഷ്ടപ്പെടുന്ന ഇന്ത്യക്കാരുടെ എണ്ണം വർദ്ധിച്ചതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. പാസ്പോർട്ട് സേവനങ്ങളും വിസ ഓൺ അറൈവൽ സൗകര്യങ്ങളും കൂടുതൽ മെച്ചപ്പെട്ടതും രാജ്യത്ത് നിരവധി അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഉള്ളതും കണക്ടിവിറ്റി വർദ്ധിച്ചതും മധ്യവർഗ കുടുംബങ്ങളുടെ വരുമാനം വർദ്ധിച്ചതുമെല്ലാം ഇതിന് കാരണമായിട്ടുണ്ട്. ഹോങ്കോങ്ങിൽ ഉള്ളവർക്ക് തൊട്ടുപിന്നാലെ ഏഷ്യ പസഫിക് മേഖലയിലെ ഏറ്റവും ആത്മവിശ്വാസമുള്ള വിനോദസഞ്ചാരികളായി ഇന്ത്യക്കാരെയാണ് 2023 Booking.com നടത്തിയ സർവേയിൽ തെരഞ്ഞെടുത്തത്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വഹിച്ച പങ്ക് വലുതാണ്. കഴിഞ്ഞ 10 വർഷം ഇഷ്യൂ ചെയ്ത പാസ്പോർട്ടുകൾ പരിശോധിച്ചാൽ 60-ലേറെ രാജ്യങ്ങൾ ഇന്ത്യക്കാർക്ക് ഫ്രീ വിസ ഓൺ അറൈവൽ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാകും. മലേഷ്യയും കെനിയയും ആണ് ഇന്ത്യക്കാർക്ക് ഫ്രീ വിസ ഓൺ അറൈവൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയ ഏറ്റവും പുതിയ രാജ്യങ്ങൾ. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ രാജ്യത്തെ പാസ്പോർട്ട് ഓഫീസുകളും വിദേശത്തുള്ള ഓഫീസുകളും വഴി ഇന്ത്യ 1.5 കോടിയിലധികം പാസ്പോർട്ടും അനുബന്ധ യാത്രാരേഖകളുമാണ് വിതരണം ചെയ്തത്. ഇത് എക്കാലത്തെയും ഉയർന്ന റെക്കോർഡാണ്. 2022 അപേക്ഷിച്ച് 16% വർധനവാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന് പാസ്പോർട്ട് വിസ ആൻഡ് ഓവർസീസ് ഇന്ത്യൻ അഫയേഴ്സ് കൗൺസിലർ മുക്തേഷ് പർദേശി ന്യൂസ് 18 പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനിടെ 10 കോടി പാസ്പോർട്ടുകളാണ് രാജ്യം വിതരണം ചെയ്തത്. 2015 പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാനെടുക്കുന്ന ശരാശരി സമയം ഏകദേശം 21 ദിവസം ആയിരുന്നുവെങ്കിൽ 2022 അത് 6 ദിവസമായി കുറഞ്ഞു. ഈ മേഖല കൂടുതൽ ഡിജിറ്റൽ വൽക്കരിച്ചതും നടപടിക്രമങ്ങൾ കൂടുതൽ വേഗത്തിലാക്കാൻ കാരണമായിട്ടുണ്ട്. 2014 91 ലക്ഷം പാസ്പോർട്ടുകളാണ് വിതരണം ചെയ്തത്. പിന്നീട് അങ്ങോട്ട് കോവിഡ് മഹാമാരിയുടെ സമയം വരെ ഇക്കാര്യത്തിൽ വർധനവ് ഉണ്ടായി. 2015 മുതൽ ഇത് 1 കോടി കവിഞ്ഞു. എന്നാൽ കോവിഡിന്റെ വരവോടെ 2020-ലും 2021-ലും ഇഷ്യൂ ചെയ്യുന്ന പാസ്പോർട്ടുകളുടെ എണ്ണം കുറഞ്ഞിരുന്നു. 2020-ൽ 64 ലക്ഷവും 2021-ൽ 85 ലക്ഷവും പാസ്പോർട്ടുകളാണ് വിതരണം ചെയ്തത്. അതേസമയം 2022-ൽ രാജ്യം 1.29 കോടി പുതിയ പാസ്പോർട്ടുകൾ വിതരണം ചെയ്ത് ഇക്കാര്യത്തിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തി. 2014-ന് ശേഷം രാജ്യത്ത് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ നൽകുന്ന ഓഫീസുകളുടെ എണ്ണവും വർദ്ധിച്ചു. ഇക്കാര്യവും ഇവിടെ എടുത്തു പറയേണ്ടതാണ്. 2014-ൽ രാജ്യത്ത് 153 പാസ്പോർട്ട് ഓഫീസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്നത് 521 ഉയർന്നു. 543 നിയോജക മണ്ഡലങ്ങളിലും പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനും കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട്. പാസ്പോർട്ട് സേവാ പ്രോഗ്രാം 2.0 വഴി ഇ പാസ്പോർട്ടുകൾ വിതരണം ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ. ജിയോയ്ക്ക് 34.7 ലക്ഷം പുതിയ വരിക്കാർ. ഇതിൽ കേരളത്തിൽ നിന്നുള്ള 82,000 കണക്ഷനുകളും ഉൾപ്പെടുന്നു. സെപ്റ്റംബർ മാസത്തിലാണ് 82,000 പുതിയ വരിക്കാരുണ്ടായത്. ഇതോടെ കേരളത്തിലെ മൊത്തം വരിക്കാരുടെ എണ്ണം 1,05,00,000 മുകളിലെത്തി. വയനാട് ചേകാടി പാടത്ത് ഇനി മുതൽ കൊയ്ത്തുത്സവത്തിന്റെ നാളുകൾ. പ്രതിസന്ധികൾക്കിടയിലും 300ഓളം ഏക്കർ പാടത്താണ് കർഷകർ വിളവെടുക്കുന്നത്. ചേകാടിയിലെ വിളഞ്ഞു നിൽക്കുന്ന ഈ നെൽവയലുകൾ സഞ്ചാരികൾക്കും മനോഹര കാഴ്ചയാണ് ഒരുക്കുന്നത്. വന്യമൃഗശല്യമടക്കമുള്ള പ്രതിസന്ധികളെ അതിജീവിച്ചായിരുന്നു ചേക്കാടിയിലെ കർഷകർ നെൽകൃഷി ഇറക്കിയത്. പുൽപ്പള്ളി പഞ്ചായത്തിലെ 1-ാം വാർഡായ ചേക്കാടിപ്പാടം 3 ഭാഗവും വനത്താലും 1 ഭാഗം കബനി നദിയാലും ചുറ്റപ്പെട്ടാണ് കിടക്കുന്നത്. 300 ഏക്കറോളം വരുന്ന നെൽപ്പാടത്ത് ഗന്ധകശാല ഉൾപ്പെടെയുള്ള വിവിധ നെല്ലിനങ്ങളാണ് കൃഷി ചെയ്യുന്നത്. സുഗന്ധ നെല്ലിനമായ ഗന്ധകശാല കൃഷി ചെയ്യുന്ന ജില്ലയിലെ
ഏറ്റവും വലിയ പാടശേഖരങ്ങളിൽ ഒന്നുകൂടിയാണ് ചേക്കാടി. നേരത്തെ നെല്ല് വിളവെടുപ്പിന് പാകമായിരുന്നെങ്കിലും വയലുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കൊയ്ത്ത് ഏറെ ദുഷ്കരമായിരുന്നു. വയനാട് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗന്ധകശാല കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ചേകാടി. ഈ വർഷം കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും തൊഴിലാളികൾ കിട്ടാനില്ലെങ്കിലും ഈ കമ്പൈൻഡ് ഹാർവസ്റ്റർ കൊണ്ട് കൊയ്യുന്നത് വളരെ ഗുണകരമാണ്. പിന്നെ നെല്ലും അത് യഥാസമയം നെല്ല് നമുക്ക് വേർതിരിച്ചെടുക്കാനാവും. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഗന്ധകശാലയുടെ വിളവെടുക്കാൻ യന്ത്രം കൊണ്ട് സാധിക്കില്ലെന്നതിനാൽ സ്ത്രീ തൊഴിലാളികളാണ് വിളവെടുക്കുന്നത്. കൊയ്ത്തുത്സവം ആരംഭിച്ചതോടെ വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടം കാണാൻ വിനോദസഞ്ചാരികളടക്കം നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. കൂടാതെ നെല്ലും വൈക്കോലും വാങ്ങാനും നിരവധി പേർ എത്തുന്നുണ്ട്. ന്യൂസ് 18 വയനാട്. വയനാട് ബേഗൂർ റേഞ്ചിനു കീഴിലെ ഓലിയോട് നിക്ഷിപ്ത വനത്തിൽ വീണ്ടും തേക്ക് നടാൻ വനവകുപ്പിന് നീക്കം. നിലവിലുള്ള തേക്ക് മുറിച്ചു മാറ്റി സ്വാഭാവിക വനം പിടിപ്പിക്കാനെന്ന വ്യാജേന വീണ്ടും തേക്ക് നടാൻ നീക്കമെന്നാണ് ആരോപണം. ഇതിനെതിരെ ജനകീയ സമരത്തിനൊരുങ്ങുകയാണ് കർമ്മസമിതി. നോർത്ത് വയനാട് ഡിവിഷനിൽപ്പെട്ട തിരുനെല്ലി പഞ്ചായത്തിലെ ഓലിയോട് വനത്തിൽ 1965 സ്വാഭാവിക മരം മുറിച്ചുമാറ്റി തേക്ക് നട്ടത്. നിലവിൽ 30% കൂടുതൽ സ്വാഭാവിക മരങ്ങളും കാട്ടുചെടികളും വളർന്നു കഴിഞ്ഞു. സെലക്ഷൻ ഫില്ലിംഗ് നടത്തുന്നതോടെ നിലവിലെ സ്വാഭാവിക മരങ്ങൾ നല്ല ശതമാനം നശിക്കും. നിലവിലുള്ള തേക്ക് മുറിച്ചുമാറ്റി അവിടെ സ്വാഭാവിക വനം പിടിപ്പിക്കാനെന്ന വ്യാജേന വീണ്ടും തേക്ക് നടാനാണ് വനംവകുപ്പിന്റെ ഇപ്പോഴത്തെ ശ്രമം. വയനാട്ടിൽ ഏറ്റവും കൂടുതൽ തേക്ക് പ്ലാന്റേഷൻ ഉള്ളതും ഏറ്റവും കൂടുതൽ വന്യമൃഗശല്യം അനുഭവിക്കുന്നതും തിരുനെല്ലി പഞ്ചായത്തിലാണ്. വീണ്ടും 10% എന്ന വ്യാജേന നടുന്ന തേക്കുകൾ കൂടി വളർന്നാൽ ഇന്നത്തേതിനേക്കാൾ നിബിഡമായ തേക്ക് തോട്ടമായി തീരുമെന്നാണ് കർമ്മസമിതിയുടെ പഠനം. ഒരു കാരണവശാലും വയനാട് ജില്ലയിൽ ഒരു സ്ഥലത്ത് തേക്ക് നടില്ല എന്ന് സർക്കാർ ഞങ്ങൾക്ക് ഉറപ്പ് വന്നിരിക്കുന്നു. ഏതാണ്ട് 10-25 വർഷത്തെ ശക്തമായ സമരത്തിന്റെ ഭാഗമായിട്ട് തീരുമാനമാണ്. വരണ്ടുണങ്ങിയ വയനാടാണ്. ഏറ്റവും കൂടുതൽ വരൾച്ച അനുഭവിക്കുന്ന തിരുനെല്ലി പഞ്ചായത്താണ്. ഏറ്റവും കൂടുതൽ വന്യമൃഗശല്യം അനുഭവിക്കുന്ന തിരുനെല്ലി പഞ്ചായത്താണ്. വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ തകർന്നു തേക്ക് പ്ലാന്റേഷനെ കൊണ്ട്. തേക്ക് യുവക്കാരി അപകടകരമാണ്. ഒരു കാരണവശാലും ഞങ്ങൾ ഇനി അവിടെ ഒരു തേക്ക് നടാൻ സമ്മതിക്കില്ല. 70 സെന്റിമീറ്റർ വണ്ണത്തിൽ കൂടുതലുള്ള തേക്ക് മുറിച്ചു മാറ്റി 10% വീണ്ടും തേക്ക് നടുകയും ഇതോടൊപ്പം സ്വാഭാവിക മരങ്ങളും നടുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം വനംവകുപ്പ് കർഷകരുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിൽ അറിയിച്ചത്. തിരുനെല്ലി പഞ്ചായത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ 86 പേർ കൊല്ലപ്പെടുകയും 250-ൽ കൂടുതൽ ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇത്തരം പദ്ധതി 30% വനം നശിക്കാനും വന്യമൃഗശല്യം വർദ്ധിപ്പിക്കാനും കാരണമാകുമെന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. ന്യൂസ് 18 വയനാട്. ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. ശബരിമലയിൽ തിരക്കൊഴിയുന്നു. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കി തുടങ്ങി. നിലയ്ക്കലിലേക്കുള്ള വാഹന നിയന്ത്രണം ഇന്നും തുടരും. അതേസമയം ശബരിമലയിൽ ഇന്നലെ 18ാം പടി കടന്ന് ദർശനം നടത്തിയത് 97,619 തീർത്ഥാടകരാണ്. സ്പോർട്സ് വാർത്തകളിലേക്ക് പോയാൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പര ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്നിറങ്ങും. ബോലാൻ പാർക്ക് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 4:30-ക്കാണ് മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം. കളിച്ച 2 മത്സരങ്ങളിൽ ഓരോന്ന് വീതം ഇരു ടീമുകളും വിജയിച്ചിരുന്നു. വോണ്ടറേഴ്സിൽ നടന്ന ആദ്യ ഏകദിനം 8 വിക്കറ്റിന് ഇന്ത്യ ജയിച്ചപ്പോൾ സെയിന്റ് ജോർജ് പാർക്കിൽ അരങ്ങേറിയ രണ്ടാമത്തെ മത്സരം 8 വിക്കറ്റുകൾക്ക് തന്നെ ദക്ഷിണാഫ്രിക്കയും സ്വന്തമാക്കി. ഇതോടെ ബോലാൻ പാർക്കിലെ മത്സരം ഫൈനലിന് തുല്യമാണ്. ബാറ്റിംഗ് നിരയുടെ പരാജയമാണ് രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യക്ക് തിരിച്ചടിയായത്. 2018 ശേഷം ദക്ഷിണാഫ്രിക്കയിൽ ഒരു ഏകദിന പരമ്പര സ്വന്തമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല. ഇതോടെ ഇന്ന് ജയിച്ചാൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അവരുടെ മണ്ണിൽ പരമ്പര നേട്ടത്തിലുള്ള 5 വർഷത്തെ കാത്തിരിപ്പും ഇന്ത്യക്ക് അവസാനിപ്പിക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മോഹൻ ബഗാനെ തകർത്ത് മുംബൈ സിറ്റി FC 1-2 ഗോളുകൾക്കാണ് മുംബൈ സിറ്റിയുടെ വിജയം. മത്സരത്തിൽ ഗോളെണ്ണത്തിന് മുകളിലാണ് താരങ്ങൾക്ക് ലഭിച്ച റെഡ് കാർഡുകളുടെ എണ്ണം. ആകെ മത്സരത്തിൽ 7 റെഡ് കാർഡുകളുണ്ടായിരുന്നു. മുംബൈയുടെ 4-ഉം മോഹൻ ബഗാന്റെ 3 താരങ്ങൾക്ക് റെഡ് കാർഡ് കിട്ടി. ഇതോടെ പ്രഭാത കേരളം പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.
ഈ പരിപാടി കോൺഗ്രസ് പ്രവർത്തകർ